സെറാഫിഷ്യൽ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫാദർ ജോസ് തോട്ടങ്ങര. അച്ഛൻ്റെ വിദേശ ജീവിതം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓസ്ട്രേലിയൻ ജീവിതത്തിൽ നിന്ന് തിരിച്ച് ഷിമോഗയിലെത്തിയപ്പോൾ ആ നാടിൻ്റെ മാറ്റങ്ങൾ എങ്ങനെയാണ് അച്ഛൻ നോക്കിയത്? ഞാൻ ഓസ്ട്രേലിയയിൽ തന്നെ വളരെ സന്തോഷവാനായിട്ട് ജീവിക്കുന്ന കാലമാണ്. ആ സമയത്ത് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ചെറിയ പഠനം നടത്തുന്നുണ്ട്. വിയേഷൻ നല്ലതായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും PhD എടുക്കാനുള്ള കുറിപ്പെല്ലാം കൊടുത്തായിരുന്നു. MA അവിടെ തന്നെ എടുത്തത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് പഴയ ആൾ തന്നെ വിളിച്ചേക്കാണ്, ജോസഫ് അതൊക്കെ നിർത്തിപ്പോലെ, നമുക്ക് പച്ചന്മാരെ 1-2 പേരുണ്ടല്ലോ, അത് മതിയെന്നും പറഞ്ഞ് തന്നെ ഷിമോഗ സുപ്പീരിയറായിട്ട് വിളിക്കുകയാണ്. അതായത് ഒരു മിഷനാണല്ലോ. മിഷൻ എപ്പോഴും ഒരു സുപ്പീരിയറുണ്ട്. 10-12 അച്ഛന്മാർ, 10-14 അച്ഛന്മാരുണ്ട്. അപ്പോൾ മിഷൻ സുപ്പീരിയറായിട്ട് ഇപ്പോൾ അത്യാവശ്യമാണ്, തിരിച്ചു വരണമെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് വരണമെന്നില്ല, ആഗ്രഹമില്ല. എനിക്ക് 2 കാര്യങ്ങൾ കൊണ്ട് അവിടെ കുറേ ഉദാശകൾ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ കുറിപ്പ് കൊടുത്തിട്ടുണ്ട്, അത് അവർ സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ഇനി PhD ചെയ്താൽ മതി, അത് വലിയ പാടൊന്നുമില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ പറഞ്ഞു അത് വേണ്ട, അതൊക്കെ നമ്മുടെ സഭയ്ക്ക് വലിയ ആവശ്യമില്ല, പോരെന്ന്. അങ്ങനെയാണ് ഞാൻ ഷിമോഗയിലെത്തിയത്. ഷിമോഗയിലെത്തി കഴിഞ്ഞ് ഞാൻ ആദ്യം തന്നെ ചെയ്തത് മിഷൻ സുപ്പീരിയറല്ലേ, എല്ലായിടത്തും ഒന്ന് പോയേക്കാന്ന് വിചാരിച്ച എല്ലാ ഹൗസുകളിലും ഒന്ന് പോയി. പക്ഷേ എന്തൊരു വ്യത്യാസമാണ്, വഴികളായാലും വീടുകളായാലും വെളിച്ചങ്ങൾ ഇല്ലാത്തടത്ത് വെളിച്ചമായാലും അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും അവർ വളരെ പുരോഗമിച്ചു പോയി. പിന്നെ ഷിമോഗയിൽ ഞങ്ങൾ ആയിരുന്ന കാലത്ത്, ഞാൻ ഇപ്പോൾ മിഷനിലേക്ക് വിളിച്ചപ്പോഴും ഞങ്ങൾക്കുണ്ടായിരുന്ന വലിയൊരു സ്വപ്നം എന്താണെന്ന് ചോദിച്ചാൽ, വീട്ടുകാരെയെല്ലാം കയറ്റി വിട്ടാലും അതുകൊണ്ട് അവർ അവസാനിക്കുക. അപ്പം അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, മക്കളെ പഠിപ്പിക്കുക, അവരെ വലിയവരാക്കുക, ഓരോ സ്ഥലത്തോട്ട് വിടുക. അപ്പം അതിന് ബെനിഫാക്ടേഴ്സിനെ കിട്ടി. അവർ നമ്പർ കൊടുക്കുമ്പോൾ ഇത്ര പേരെ അവർ നോക്കാൻ പറയും. അങ്ങനെ ഓരോ കൊല്ലം ഒരു 10 പേരെ എങ്കിലും നമ്മൾ BSc നേഴ്സിംഗ് അങ്ങനെയൊക്കെ പഠിപ്പിച്ചു. അവരിൽ ചിലരെല്ലാം ഓസ്ട്രേലിയയിലുണ്ട്, ഞാൻ പോയി കണ്ടതാ, ലണ്ടനിലുണ്ട്, അങ്ങനെ പല സ്ഥലത്തും അവർ പുറത്തൊക്കെ പോയിട്ടുണ്ട്. ബാംഗ്ലൂർ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ലെവലിൽ അങ്ങനെ പോയി. ആമ്പിള്ളേർക്കാണെങ്കിൽ ഈ പട്ടാളത്തിൽ അങ്ങനെയുള്ള വലിയ വേറെ വിധത്തിൽ അവർ പോയി അവരുടെ ജീവിതം വിജയിപ്പിച്ചു. അപ്പോൾ അതൊരു വലിയ സ്വപ്നമായിരുന്നു. ആ സ്വപ്നം നടന്നോന്നാണ് ഞാൻ ആദ്യം നോക്കിയത്. അതപ്പോൾ അവിടെ ചെന്നപ്പോൾ പലരോട് ചോദിച്ചാതില്ല, അവളെവിടെയാ അവനെവിടെയാ എന്നൊക്കെ ചോദിച്ചു മനസ്സിലായി ഇതൊരു വിജയമായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ മിഷൻ സുപ്പീരിയറായിരുന്ന സമയത്തും അതൊരു വലിയ ഇടവകയായിരുന്നു. കാരണം ഈ പിള്ളേർ തന്നെ, അവിടെ നേഴ്സിംഗ് സ്കൂൾ ഇഷ്ടം പോലെ, അവിടെ പഠിക്കുന്ന പിള്ളേർ തന്നെ പള്ളി നടക്കും. അതാണ് ഷിമോഗയിൽ ഞാൻ ആദ്യമേ നോക്കിയത്. പിന്നെ മിഷൻ സുപ്പീരിയറുടെ ജോലി ചെയ്യണം. അപ്പോൾ അവിടെ തന്നെ 3 പള്ളി പോകണമായിരുന്നു. കാരണം ഒരു പള്ളി ഞങ്ങൾക്ക് മലയാളികളും അവിടെ കോളേജിൽ പഠിക്കുന്നുണ്ട്, ഡെൻറ്റിസ്റ്റുണ്ട്, എല്ലാവരും ഉണ്ട്, പക്ഷെ പള്ളിയില്ല. അവിടെ ഒരു അച്ഛൻ കുർബാന ചെല്ലിക്കുകയില്ല ലാറ്റിൻകാരുടെ പള്ളിയിൽ. പിന്നെ അവരോട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരൊരു വാടകയ്ക്ക് ഒരു ഹോളെടുത്തു, അവിടെ കുർബാന പറഞ്ഞു. അപ്പോൾ അവിടുത്തെ അച്ഛൻ ബിഷപ്പിന് എഴുതി, ഇവരോട് പള്ളി പണിത് കുർബാന വേണമെന്നല്ലേ പറഞ്ഞാൽ അവർ പള്ളി പണിതില്ല എന്ന്. പിന്നെ നമുക്ക് ഇച്ചിരി സ്ഥലം കിടപ്പുണ്ടായിരുന്നു, പെട്ടെന്ന് പറഞ്ഞാൽ അടിച്ചു കൂട്ടി ഒരു പള്ളിയെ നോക്കും. അതൊക്കെ വലിയൊരു ചലഞ്ചായിരുന്നു. പക്ഷേ സംഗതി കാശുണ്ട്. രണ്ടാമത് വന്ന സമയത്ത് നമ്മുടെ ചേച്ചിക്ക് അവിടുത്തെ കാശും ഇവിടുത്തെ കാശും എല്ലാവരെയും ഒപ്പിക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഷിമോഗ മിഷനിലെത്തി. അതൊരു 3 കൊല്ലത്തേക്കാണ് ഈ സുപ്പീരിയർ സ്ഥാനം. അത് കഴിഞ്ഞാൽ വേറെ സ്റ്റേഷനിലേക്ക് വിട്ടു. അവിടെ നിന്ന് അന്നത്തെ ജനറൽ അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഫോർമേഷനിലേക്ക് വരും. ഞാൻ പറഞ്ഞു ഇനി അതൊക്കെ പ്രായമായില്ലേ, എൻ്റെ പറ്റില്ല. അങ്ങനെ ഞങ്ങളുടെ സെമിനാരി ബാംഗ്ലൂരുണ്ട്, ഫിലോസഫി. അപ്പോൾ അവിടെ എന്നോട്
സ്പിരിച്വൽ ഫാദറാകാൻ പറഞ്ഞു, ആനിമേറ്റർ ആകാൻ പറഞ്ഞു, പിന്നെ 2 വിഷയം പഠിപ്പിക്കണമെന്നുണ്ട്. അങ്ങനെ ഒരു 2 കൊല്ലം നിന്നപ്പോൾ എന്നെ കൗൺസിലറായിട്ട് തിരഞ്ഞെടുത്തപ്പോൾ പ്രോൻഷാളത്തിന് 4 കൗൺസിലേഴ്സ്, എന്നെ മിഷൻ കൗൺസിലറായിട്ട് തിരഞ്ഞെടുത്തു. വീണ്ടും ഇവിടെ തന്നെയാണ്, അത് പോയൊന്നും വേണ്ട. അപ്പം അങ്ങനെ അത് ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചു. പിന്നീട് ഒരു പ്രാവശ്യം തിരഞ്ഞെടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല. പിന്നെ വീണ്ടും മിഷനിലേക്ക് കുഴപ്പമില്ലാതെ പോയി. അപ്പം അങ്ങനെയാണ് ഷിമോഗ മിഷനിൽ ഇങ്ങനെ വർഷങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചു വന്നു. പക്ഷെ അതിൻ്റേതായ ഫലം ചില അച്ഛന്മാരിൽ നിന്നും എല്ലാവരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതും പലരും ഇപ്പോൾ നല്ല രീതിയിൽ ജീവിക്കുന്നു എന്നുള്ളതും അതുപോലെ അവരുടെ വീടും വികസിച്ചു. മറ്റാണെങ്കിൽ നമ്മുടെ വീട് മാത്രം വികസിപ്പിക്കുന്നത്, പിള്ളേരവിടെ നിൽക്കും. ഇവിടെ പിള്ളേർ പോകുന്നു, അവർ വീട് നന്നാക്കുന്നു. അച്ഛൻ ഓസ്ട്രേലിയയിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ വിശ്വാസപരമായിട്ടും സാമൂഹികപരമായിട്ടുള്ള മാറ്റങ്ങൾ അനുവദനീയമായിരുന്നു അല്ലേ? കാണാമായിരുന്നു. നമുക്ക് അതിൻ്റെ വ്യത്യാസം ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും കാണാം. അതുപോലെ അവരുടെ ഓരോ പ്രവർത്തന മണ്ഡലങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചിലരൊക്കെ പിന്നെ സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുന്നു, പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നു. അപ്പം ഇതൊക്കെ ഒരു സൊസൈറ്റിയുടെ വളർച്ചയുടെ ഒരു ഭാഗമാണല്ലോ. ചിലർ വീടൊക്കെ വലിയ വലിയ വീടുകളാകുന്നു. പിന്നെ എല്ലാവർക്കും റബ്ബർ, നമ്മുടെ പഴയ റബ്ബറിന് വന്നു. അന്ന് നമ്മൾ ചെയ്തു വെച്ചാൽ ആ റബ്ബർ എല്ലാവരുടെ വീട്ടിലായി, എല്ലാവരുടെയും വീട്ടിലായി. അതൊരു വലിയ മാറ്റമായിട്ട് സാധാരണക്കാർക്കും പ്രയോജനപ്പെട്ടതാണ്. മറ്റേ ഡോക്ടർ അച്ഛൻ ചെയ്ത പശുവിന്റെ കാര്യത്തിലും ഭയങ്കരമായിട്ട് വളർന്നു. സാധാരണക്കാർക്കും പറ്റുന്നതായിരുന്നല്ലോ. പക്ഷെ അത് അച്ഛനങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ അന്ന് ഇന്നൊക്കെ ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് പോയേനെ നമ്മുടെ ചെറിയ ചെറിയ സ്ഥാപനം. പക്ഷേ കൃഷി ലെവലിലും കന്നാലി ലെവലിലൊക്കെ നമ്മൾ വളരെ വികസിച്ചു എന്ന് പറയാൻ പറ്റും. അത് അന്ന് തുടങ്ങി വെച്ചത് ഇന്ന് എല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ്. ഹിന്ദുക്കളും ഏറ്റെടുത്തേക്കാണ്, സമൂഹം മുഴുവൻ ഏറ്റെടുത്തല്ലോ. പട്ടന്മാരൊക്കെ റബ്ബർ വെച്ച് അവർക്ക് വെട്ടാൻ അറിയത്തില്ല, അതുകൊണ്ട് മലയാളിയൊക്കെ വിളിച്ച് വെട്ടിക്കുന്നു, നമുക്ക് വെട്ടുകൂലി തരുന്നു, ഒരു വലിയ ആശാന്മാരായിട്ട് കാശമായിട്ട് മടിയിൽ വയ്ക്കുന്നു. ഇപ്പം എന്നാലും ഒരു വിജയമായി. നമ്മളൊക്കെ ചെല്ലുമ്പോൾ ആൾക്കാർ ഫാദർ ജോസ് അങ്ങനെ ഒരു ഇതാണ്. അതിനിടയ്ക്ക് ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ അവിടെ ഞങ്ങളുടെ ആളുദേവര ഹോസ്പിറ്റലിലായിരുന്നല്ലോ ഞാൻ പഴയത്. അപ്പോൾ അവിടെ ഒരു ജൂബിലി നടക്കുക. അപ്പം ഡയസിസായി ബിഷപ്പിനെയൊക്കെ വിളിച്ചിട്ടുണ്ട്. ബിഷപ്പ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ചേട്ടന്മാർ എല്ലാം മറന്ന് നമ്മളെല്ലാത്തിനും അവരെ വിളിച്ചിട്ടില്ല. ഈ ജൂബിലിക്ക് അവരെ വിളിച്ചില്ല. ഇത് ഭയങ്കര പടക്കമൊക്കെ പൊട്ടിച്ച് ജൂബിലിയാണ്. അത് കഴിഞ്ഞ് മീറ്റിംഗ് കൂടുന്ന സമയത്ത് ഇവർ ആ ഗേറ്റിൽ നിന്ന് ഒറ്റയെടുക്കാറ്. പക്ഷെ ഞാൻ ഇവരിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ മസ്തവരുടെ അവരുടെ അടുത്ത് ചെയ്തു. അവരെടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നിശബ്ദത, നമ്മുടെ കഴിവല്ലാതെ നിശബ്ദത. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഗുരുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എത്രയോ ബഹുമാനത്തോടും ആദരവോടും കൂടിയാണ് ഗുരുകളെ സ്വീകരിക്കുന്നത്. ഞങ്ങളുടെ ഗുരുകളാണ്, വലിയ ആളാണ് വന്നേക്കുന്നത്. ആളെയൊക്കെ നിങ്ങൾ എന്നെ തനിക്കോ, ആളെയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഞങ്ങൾ കയറ്റി തീർക്കില്ല, ആളെ പോകണ്ട. അവർ ആളല്ല പറഞ്ഞാൽ ഞാൻ എപ്പോഴാണെങ്കിലും എന്ന് കഴിഞ്ഞാൽ അച്ഛനൊക്കെ പിതാവ് പോയി ചോറ് കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നെ അന്വേഷിക്കുക. ഞാനിവരോടത്തോളം പറഞ്ഞിരിക്കല്ല, എങ്ങനെയെങ്കിലും ഇതെല്ലാം ഒതുക്കട്ടെ. അവസാനം ഞാൻ പോയി ഭക്ഷണം കഴിച്ച് പിതാവിൻ്റെ വണ്ടി കയറി ഇങ്ങനെ ബസ്സിരിക്കുമ്പോൾ നമ്മുടെ ഹളർ ഫാദർ ഇത് പുകളാമോ. അപ്പോൾ ഞാൻ പറയുന്നത്, അന്ന് ഹിന്ദുക്കളാണെങ്കിൽ പോലും നമ്മളെ കണ്ട ഒരു സ്നേഹവും ഒന്നുമില്ലാത്തപ്പോൾ ജീവിച്ച് നമ്മൾ അവരെ വളർത്തി നമ്മളും വളർന്നു. അതിൻ്റെയൊക്കെ ഒരു ഉത്തരമാണ് അവിടെ കണ്ടത്. ചെറിയൊരു ആക്ഷൻ ആണെങ്കിലും ചെറുതല്ല, അത് വലുതാണ്. അതൊക്കെ ഒരു അനുഭവമാണല്ലോ. നമ്മൾ എന്തെങ്കിലും ചെയ്തല്ലോ ഇവർക്ക് വേണ്ടി, നമ്മളൊന്നും ചെയ്തില്ല എന്നൊക്കെ വിചാരിച്ചു എന്നാലും നമ്പരാനെ എന്നുള്ളൊരു തോന്നൽ നമുക്ക് ആ വണ്ടിയിലിരുന്ന് വരുന്നവരെ ഞാൻ ചിന്തിച്ചു. പിതാവ് ഏതാണ്ടൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒന്നും കേട്ടുപോയില്ല. കാരണം അവൻ്റെ മനസ്സിലിതാണ്. അത്രയും വഴക്ക് കൂടിയിട്ട് ഞാൻ എന്നിട്ട് അവരോട് പറഞ്ഞു, പിറ്റേ ദിവസം പിന്നെ ഒരു പ്രാവശ്യം കുർബാനയ്ക്ക് പോയി ഞാൻ പറഞ്ഞു, നിങ്ങൾ അറിയാതെ കളിക്കരുത്,
ഇവരൊക്കെയാണ് നമ്മൾ സ്വാഗതം ചെയ്യുന്നത്. നമ്മളെ സമൂഹത്തെ മറന്ന് പല ജാതികളും കാര്യങ്ങളും ഉണ്ടല്ലോ, അവരെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ വേണം. നമ്മുടെ അവിടെ പള്ളിയെ ജയിച്ചിക്കാൻ മതിയില്ലേ ബംഗാരപ്പനും പാർട്ടിയെല്ലാം നാല് വന്നു. അപ്പം ഈ ആൾക്കാരെ 8 നേഴ്സറി ഇവിടെയാണ്, അവരുടെ നാടകം, ഡ്രാമ, ഡാൻസ്. അതിനിടയ്ക്ക് നമ്മുടെ ചേട്ടന്മാരെല്ലാം അവരും ഒന്നിച്ചു കൂടിയ ഒരു ഡ്രാമ. ഇതെല്ലാം കാരണക്കാരാക്കിയത് ഇവരാ, അവരുടെ യോജിപ്പാണ്. അപ്പോൾ അത് നമ്മളോടുള്ള സ്നേഹമാണെന്ന് അന്ന് മനസ്സിലായിരുന്നു, ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ അധ്വാനിക്കുന്നവരാണ്. പിന്നെ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഒരു റബ്ബർ തൈ വയ്ക്കാൻ വേണ്ടിയിട്ട് മണ്ണ് വലിച്ചെടുത്തിരുന്ന ഒരു സംഭവം കണ്ടപ്പോൾ അവരെ മന്ദിങ്ങനെ സാധിക്കും. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് എന്തിനാന്ന് അവർക്ക് അറിയത്തില്ലല്ലോ. പിന്നെ ഒരു 20 കൊല്ലം കഴിഞ്ഞ് നമ്മളൊക്കെ പോന്നേ പിന്നെയല്ലേ ഇതിൻ്റെ റബ്ബർ വെട്ടുന്നത്. റബ്ബർ വെട്ടി ഒരു ദിവസം കൊണ്ട് അവർ ആദായം കാണുന്നില്ല. അവർ വിചാരിച്ചു, ഞാൻ പറഞ്ഞില്ലേ, അവർ ഇലയിലാണ് പാലെന്നാണ് വിചാരിച്ചിരുന്നത്. എന്നിട്ട് ഇല പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ മനുഷ്യർ അത് റബ്ബറിനെ കുറിച്ച് പഠിച്ചു. നമ്മുടെ ആൾക്കാരത് വാടകയ്ക്ക് എടുക്കാൻ തുടങ്ങി. അങ്ങനെ പലതുകൊണ്ടും അച്ഛൻ രൂപതയിൽ അവിടെ നിന്നപ്പോൾ ഷിമോഗയിൽ ചെയ്ത ആ പ്രവർത്തനങ്ങൾക്കുണ്ട് ആ നാട്ടിലും മറ്റുള്ളവർക്കും എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്നുള്ളതാണ് സത്യം. അത് മനസ്സിലാവാൻ ഏകദേശം 20 വർഷം കഴിഞ്ഞു. അപ്പോഴേക്കും രൂപതയായുള്ളൂ. രൂപതയായില്ലായിരുന്നു ഞാനൊക്കെ ഉള്ളപ്പോൾ. എന്തായാലും ദിവ്യാന മിഷണറി സഭ. അത് കഴിഞ്ഞിട്ട് പതുക്കെ മൈനസിന് റെക്ടറായിട്ട് പരിഹാരത്ത് റെക്ടറാക്കി. അന്ന് 98 പിള്ളേരോ അവിടെ ഉണ്ട് സെമിനാറിൽ. അപ്പോൾ അവർക്കെല്ലാം ഭക്ഷണം കണ്ടുപിടിക്കണം. പിന്നെ തിരിച്ച കാശ് ഞാനെല്ലാം വർഷത്തിലും ഓസ്ട്രേലിയയിലേക്ക് പോകും. അവർ സ്വീകരിക്കുന്നില്ല, അങ്ങനെ പതിവൊന്നും ഇല്ലായിരുന്നു. പക്ഷേ പഴയ വികാരിച്ച മതി, നീ പോരണ്ട, അവിടെ 2 മാസം നടക്കണം ഞാൻ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കുർബാനയെല്ലാം അവിടെ ഒരാൾ ഹോളിഡേയ്സിന് പോകും. അപ്പം അതിൻ്റെയൊക്കെ ഇതെനിക്കല്ലേ കിട്ടണം. അപ്പം അങ്ങനെ അച്ഛൻ നല്ലൊരു കാശ് തരായിരുന്നു അവസാനം. പിന്നെ പഴയ ആൾക്കാർ ഒരു കാലത്ത് കുറേ സേവനം ചെയ്ത് അവിടെ എൻ്റെ 5 വർഷം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടുത്തെ ആൾക്കാർ കുറച്ച് കാശ് തരും. അങ്ങനെ എല്ലാവരുടെയും സെമിനാരിക്കുള്ള ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നടന്നു. അവർ നമ്മൾ മൈനസ് സെമിനാറിൽ ഏറ്റവും വിജയിപ്പിച്ചത് നമ്മുടെ റെയിൻ വാട്ടർ ഉണ്ടല്ലോ, മഴവെള്ള സംഭരണി. അത് 2 എണ്ണം ഉണ്ടാക്കി. ഒരു 5 ലക്ഷം വീതം വെള്ളം കൊള്ളുന്ന 2 എണ്ണം ഉണ്ടാക്കി. അതൊരു വൻ വിജയമായിരുന്നു. അതൊരു സോളാർ വെച്ചു. പിന്നെ സെമിനാറിൽ ഗസ്റ്റ് റൂമൊന്നും ഇല്ലായിരുന്നു. അവിടെയൊക്കെ ടൈൽസൊക്കെ ഇട്ടു. പാല് നന്നാക്കി. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ പിള്ളേരുടെ കാര്യം നമ്മൾ നോക്കണമല്ലോ. തീർച്ചയായിട്ടും അവർക്ക് ക്ലാസ് പരിപാടികൾ, എനിക്കൊരു വിഷയം എടുക്കണം. പിന്നെ നമ്മുടെ സാർമാർ വരും, അവർ പ്രൊക്കേറ്റർ വെച്ച് നോക്കിക്കോളും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കണ്ണൂർ രൂപതയിലെ പിള്ളേരെ പഠിക്കാനായിട്ട് അങ്ങോട്ട് വിടാൻ തുടങ്ങി. പ്ലസ് 1 പ്ലസ് 2. അപ്പം അങ്ങനെ ഒരു രസമായിരുന്നു മൈനസ്മാർ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛൻ ചെല്ലാമെങ്കിൽ ഓസ്ട്രേലിയയിൽ ഒരു പള്ളി ദിവ്യകാരുണ്യ സഭയ്ക്ക് വേണ്ടി വിട്ടുതരാൻ. കാരണം ഇറ്റ് വിൽ ബി അവർ ഹൗസ്, നമ്മുടെ അച്ഛന്മാർ ഒന്നിച്ചു കൂടാൻ. ഞാൻ നിങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ അത് അവർ കമ്പൽസറി ആയിട്ട് പറഞ്ഞു ഞാൻ വരണം. പിന്നെ അവർ എന്നോട് പോകാൻ പറഞ്ഞു. ഞാൻ പോയി. അവിടെ ചെന്നൊരു ദിവസം ഒരു പള്ളി നമ്മുടേതാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ. ഇപ്പോൾ നമ്മുടെ ബ്രിസ്ബനിൽ നല്ല ടൗണിൽ സുന്ദരമായ 2 പള്ളിയിൽ ചേർത്ത് 2 സ്കൂളുണ്ട്. നല്ല പ്രസ്ബറ്ററിയ. അപ്പോൾ അവിടെ താമസിക്കാം. മറ്റച്ഛന്മാരൊക്കെ ഒന്നിച്ച് എപ്പോൾ വേണേലും വരാം, അവിടെ കിടക്കാം. അപ്പം അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ നടന്നു അതിനിടയ്ക്ക്. അപ്പം അവിടെ നിന്ന് അവർ വിടൂല എങ്ങനെയായാലും. പിന്നെ ഇവർ വേറെ എന്തെന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ടുവന്നാണ് പ്രൊവിൻഷ്യലായിട്ട് തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ അവർക്കൊന്നും പറയത്തില്ലല്ലോ. അവിടുത്തെ സെക്രട്ടറിയൊക്കെ അറിയാൻ തുടങ്ങി അതാണ് ഞാൻ അങ്ങനെ മാറുമെന്നുള്ളൊരു ചിന്ത ആർക്കും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ അതുപോലെ പറഞ്ഞ് ഞാനിങ്ങനെ പോവാണ്, എന്നെ തിരഞ്ഞെടുത്തു. ഇവിടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഞാൻ എല്ലാം ഒന്ന് ഒതുക്കിയിട്ട് ഞാൻ ഒരു പോയി അവിടെ എല്ലാം ഒതുക്കി ഞാൻ തിരിച്ചു. അപ്പം അങ്ങനെ
ഒരു നല്ലൊരു കാലമായിരുന്നു. പ്രൊവിൻഷ്യൽ കാലം നല്ലതായിരുന്നു. പക്ഷെ ഞങ്ങൾ കുറേ ഹൗസൊക്കെ ഉണ്ടാക്കി, പിന്നെ കുറേ ഹൗസ് സ്ഥാപിച്ചു. ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് അന്നുള്ളതാണ്. MCBS സഭാംഗമായ ഫാദർ ജോസ് തോട്ടക്കര കൂടുതൽ വിശേഷങ്ങൾ അദ്ദേഹവുമായി പങ്കുവയ്ക്കാൻ നമുക്ക് സാധിച്ചു. നന്ദിയുണ്ട്. അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.